സർ നമസ്കാരം. നമസ്കാരം മിസ്റ്റർ ഗൗതം. ഡെഡ്ലി സൂപ്പർസോണിക് ഇന്ത്യൻ മിസൈൽ ബ്രഹ്മോസിന് വേണ്ടിയിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളൊക്കെ ക്യൂ നിൽക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത്. കാരണം നമുക്കറിയാം, പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്ക് പ്രഹരമേൽപ്പിക്കുന്നതിൽ ഈ ബ്രഹ്മോസ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതാണ് അതിന് പ്രധാനമായിട്ട് കാരണമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ ബ്രഹ്മോസിനെ പറ്റിയിട്ട് അതിന്റെ ഒരു സവിശേഷതയെ കുറിച്ചിട്ട് സാറിനൊന്ന് വിശദീകരിക്കാമോ? മിസ്റ്റർ ഗൗതം, താങ്ക് യു ക്രൈം ചാനലിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ. അപ്പോൾ ബ്രഹ്മോസ് മിസൈലിനെ പറ്റി തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രൈസ് കവറ്റഡ് ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്ന പോലെ ബ്രഹ്മോസ് എന്ന് വേറെ അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. അപ്പൊ ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാം, റൈറ്റ്? അപ്പൊ ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാല് നമ്മുടെ DRDO എന്ന് പറഞ്ഞ ഡിഫൻസ് ഡെവലപ്മെന്റ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇത് പഴയ കാലത്ത് ഒരു വെള്ളാണിയായിരുന്നു. എങ്ങനെ ഈ പഴയ ഗവൺമെന്റ് ഒക്കെ ഭരിച്ചപ്പോൾ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ. പക്ഷെ അതൊരു ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ. ഒരു വലിയ മാറ്റം തന്നെയാണ്. അപ്പോൾ ഈ DRDOയും പിന്നെ റഷ്യയിലെ റഷ്യൻ ഫെഡറേഷൻ NPO മഷിനോ സ്റ്റോയിനി എന്ന് പറയുന്ന ബ്രാമോസ് എയ്റോസ്പേസ് ഈ ജോയിന്റ് വെഞ്ചറായിട്ടാണ് ഇത് തുടങ്ങിയത്. അതായത് 50.5% ഇന്ത്യയുടെ ഫൈനാൻസും 49.5% റഷ്യയുടേതും അതൊരു ജോയിന്റ് വെഞ്ചറായിട്ടാണ് ബ്രാമോസ് എയ്റോസ്പേസ് എന്ന രീതിയിൽ ഇത്. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഒരു വൈജ്ഞാനികനുണ്ട്, ഡോക്ടർ ശിവതാണു പിള്ളൈ. അദ്ദേഹത്തിന് ഈ അവസരം ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അതിന്റെ ബ്രാമോസിന്റെ പിന്നെ ഈ തുടക്കത്തിലുള്ള എല്ലാ കാര്യവും അദ്ദേഹം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഐ തിങ്ക് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് വീഡിയോയിലാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. അതിന്റെ പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ആയിരുന്നു. അദ്ദേഹം DRDOയുടെ ഒരു പഴയ സയന്റിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ മിസൈൽ എന്ന് പറഞ്ഞാൽ ഇതൊരു സൂപ്പർസോണിക് മിസൈലാണ്. സൂപ്പർസോണിക് ലോങ് റേഞ്ച് റാംജെറ്റ് ടെക്നോളജി ഉപയോഗിച്ച് ഉള്ള ക്രൂയിസ് മിസൈലാണ്. ഈ കാര്യങ്ങളൊക്കെ, ഈ വേർഡുകളൊക്കെ വളരെ പരിചിതമായ വേർഡുകളാണ്. എന്നാലും ഞാൻ ചെറുതായിട്ട് അതിനെപ്പറ്റി പറയാം. ഇതിന്റെ ലോങ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ മിസൈലിൽ പറ്റാവുന്ന ദൂരം ഇന്നത്തെ ഇപ്പോഴേ ബ്രാമോസ് ER എന്ന് പറയുന്ന വേർഷൻ, ബേസിക് വേർഷൻ, നമ്മളിപ്പോ മാരുതി കാറുകളുടെ പല വേർഷൻ ഇല്ലേ, ബേസിക് സ്റ്റാൻഡേർഡ് ആൾട്ടോ ആണ്. അതിനുശേഷം അടുത്തത് പിന്നെ പല രീതിയിലുള്ള വേർഷൻസ് ഉണ്ട്, നെക്സായ ഉണ്ട്, മറ്റേതുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഇതിന്റെ ബേസിക് വേർഷനുണ്ട്. എക്സ്റ്റൻഡഡ് റേഞ്ചിൽ ഇപ്പാണ് 800 മുതൽ 900 കിലോമീറ്റർ നമുക്ക് ഫയർ ചെയ്യാവുന്ന രീതിയിലുള്ള അതിന്റെ ഇപ്പം ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബേസിക് വേർഷനിൽ നമ്മൾ അതിന്റെ പിന്നെ ഈ പിന്നെ ബ്രാമോസ് മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആർമിക്കും നേവിക്കും എയർഫോഴ്സും 3 സർവീസിൽ ഇൻഡക്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ആർമിയിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏതാണ്ട് ഒരു 4ാമത്തെ റെജിമെന്റ് ഇപ്പൊ റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിസൈൽ റെജിമെന്റ്, ബ്രാമോസ് മിസൈൽ റെജിമെന്റ്, റൈറ്റ്? അതുപോലെ തന്നെ നമ്മുടെ Su-30 റഷ്യൻ വിമാനം മോഡിഫൈ ചെയ്ത് അതിൽ ഈ മിസൈൽ ഫിറ്റ് ചെയ്തിട്ട് എയർ ടു ഗ്രൗണ്ട്, അതായത് എയർ ടു ഗ്രൗണ്ട് മിസൈൽ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ പറക്കുന്ന വിമാനങ്ങളിൽ നിന്ന് ഗ്രൗണ്ട് ടാർഗറ്റ്, അത് വിമാനത്താവളങ്ങളാണോ, ന്യൂക്ലിയർ സൈറ്റ് ആണോ, ഡാമുകളാണോ, അങ്ങനെ ഓരോ പല രീതിയിലുള്ള ടാർഗറ്റുകളെ നമ്മൾ ഇത് പിന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ നേവിയുടെ കപ്പലുകളിൽ വിമാനവാഹിനി കപ്പലുകളുണ്ടല്ലോ, നമ്മുടെ NS വിക്രാന്തും വിരാടും, അപ്പോൾ പിന്നെ ബ്രഹ്മപുത്ര. അപ്പം അതിലാണെങ്കിലും നമുക്ക് ഈ മിസൈൽസ് ആ വിമാനങ്ങളിലും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സബ്മറൈൻസിൽ ഈ ബ്രാമോസ് മിസൈലില് അതിന്റെ ബേസിക് വെർഷൻ ഉണ്ട്. സബ്മറൈൻസ് മേളിലോട്ട് ഭൂമി വന്നിട്ട് ഏത് ടാർഗറ്റിനെയാണ് അത് പിന്നെ കൊല്ലണ്ടെന്ന് വെച്ചാൽ അതിന് പറ്റും. അപ്പം ആർമി, നേവി, എയർഫോഴ്സ് 3 പിന്നെ സർവീസിലും ഇത് ഇൻഡക്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് 2007 ഇതിന്റെ ആദ്യകാലങ്ങളിലുള്ള പ്രാരംഭ വർക്കുകളൊക്കെ തുടങ്ങിയതും. അതിനുശേഷം കഴിഞ്ഞ 10-15 വർഷമായിട്ട് വളരെ സ്പീഡപ്പ് ചെയ്ത് ഏതാണ്ട് 20,000 കോടി രൂപയോളം നമ്മൾ ഈ പിന്നെ ആർമി, നേവി, എയർഫോഴ്സ് വേർഷൻ ഉണ്ടാക്കുന്നതിനും പുതിയ മിസൈൽ റെജിമെന്റ് പടുത്തുയർത്തുന്നതിനും
ഒക്കെ ആയിട്ട് ഓർഡർ കൊടുത്തത്. മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഇറ്റ് ഫോർ ദ വേൾഡ്. അതാണല്ലോ പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഒരു പിന്നെ എന്താ പറയുന്നത് ക്യാപ്ഷൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്ത്യയിൽ ഉണ്ടാക്കുക, അത് ലോകത്തിന് വേണ്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ബെസ്റ്റ് ഓഫ് ദി വെപ്പൺസ്. ഇത് കൂടാതെ മിസ്റ്റർ ഗൗതം, യു മേ റിമെമ്പർ, നമ്മളാണെന്നുണ്ടെങ്കിൽ റഷ്യയും അമേരിക്കയും ഫ്രാൻസിനെയും ഇസ്രയേലിനെയും ഒക്കെ ആണെങ്കിൽ ഒരുപാട് ഡിപ്പെൻഡ് ആണ്. കാരണം അവരെല്ലാം പിന്നെ നമുക്ക് ഈ ഡിഫൻസ് എക്യുപ്മെന്റ്സ് വാങ്ങിക്കുന്നതിന്, ഇപ്പൊ റാഫേൽ വിമാനം വാങ്ങിച്ചു, റഷ്യയിൽ നിന്ന് SU-400 വിമാനം വാങ്ങിച്ചു, അമേരിക്കയിൽ നിന്ന് അപ്പാഷെ പിന്നെ അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് വാങ്ങിച്ചു. അപ്പൊ ഇതിനെല്ലാം നമ്മൾ ഒരു ലക്ഷക്കണക്കിന് പിന്നെ കോടിക്കണക്കിന് രൂപകളാണ് നമ്മൾ ഇതിന് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഉണ്ടാക്കുക, ലോകത്തിലേക്ക് വിൽക്കാൻ വേണ്ടി. അതിലേക്ക് ഞാൻ അല്പം കഴിഞ്ഞ് പറയാം. ലോകത്തിലെ ഏതൊക്കെ രാജ്യങ്ങളിൽ ഇപ്പം ഉണ്ട്, മറ്റുള്ളവർ ആരൊക്കെയാണ് ഇപ്പോൾ അതിൽ പിന്നെ താല്പര്യം പുലർന്ന് ഞാൻ പറയാം. അപ്പൊ ഈ ലോങ് റേഞ്ച് റാംജെറ്റ്, ഈ റാംജെറ്റ് എന്ന് ഒരു പിന്നെ അതായത് ഈ ഫൈറ്റർ വിമാനങ്ങളിലും പിന്നെ അതായത് പിന്നെ ഹൈ സ്പീഡ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിലും ഒക്കെ ഉപയോഗിക്കുന്ന ജെറ്റ് എൻജിൻസ് ആണെന്ന് പറയും. ആ ജെറ്റ് എൻജിൻ ഇതിനാണെന്നുണ്ടെങ്കിൽ ഈ മിസൈല് പിന്നെ സൂപ്പർസോണിക് സ്പീഡിൽ പോകുമ്പോൾ അതിന് വേണ്ട ഈ പിന്നെ സ്പീഡ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടി വായു അതിൽ പിന്നെ എന്താ പറഞ്ഞേ അതിനെ പിന്നെ വായു ഉപയോഗിച്ച് അത് പിന്നെ ഈ മിസൈലിന്റെ സ്പീഡ് വർദ്ധിപ്പിച്ച്, ഓക്സിജനിലാണെങ്കിൽ പലതുണ്ട്, പിന്നെ ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ഓക്സിജൻ കണ്ടന്റ് ഉണ്ട്, പിന്നെ അങ്ങനെ പല അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ. അപ്പം അത് പിന്നെ ഉപയോഗിച്ചുള്ള ഒരു സ്പെഷ്യൽ ടെക്നോളജിയാണ് ഈ റാംജെറ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ സ്പീഡ് സൂപ്പർസോണിക് എന്ന് പറയുന്നത്, ഇതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 2.8 മാക് ആണ്. 2.8 മാക് എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം സഞ്ചരിക്കുന്നതിൽ ഏതാണ്ട് 1234.8 km/h ആണ് ശബ്ദം സഞ്ചരിക്കുന്നത്. അപ്പൊ അത് 2.8 തൊട്ട് നമ്മൾ ഗുണിച്ചാൽ അറിയാം, ഏതാണ്ട് 3457 km/h ഒരു മണിക്കൂർ കൊണ്ട് ഇത്രയും ഡിസ്റ്റൻസിന് പിന്നെ സഞ്ചരിക്കുക ഈ മിസൈലിന്. അപ്പോൾ അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, അപ്പം ഇത് സൂപ്പർസോണിക് ആണ്. പക്ഷേ ഇതിന്റെ എക്സ്റ്റൻഡഡ് വേർഷനും ഇനിയും വരാൻ പോകുന്ന ഫർദർ ഫ്യൂച്ചർ ഡെവലപ്മെന്റ്സിലൊക്കെ ആണെങ്കിൽ മാക് 6 വരെ ഇത് പോകാം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 7000 km/h വരെ സ്പീഡിൽ ഈ മിസൈൽ അയക്കാൻ പറ്റുമെന്നാണ് ഞാൻ ലേറ്റസ്റ്റ് വായിച്ച ചില ആർട്ടിക്കിൾ മനസ്സിലാവുന്നത്. റൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ജോയിന്റ് വെഞ്ചർ ആണ് റഷ്യൻ ഫെഡറേഷനും ഇന്ത്യയുടെ. ചൈന നൽകിയിട്ടുള്ള പാകിസ്ഥാനിന് ഈ പ്രതിരോധ സംവിധാനം HQ-9 എന്നാണെന്ന് തോന്നുന്നു അതിന്റെ പേര്, അതിനെയൊക്കെയാണ് ഈ ബ്രഹ്മോസ് തകർത്തിരിക്കുന്നതെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. അല്ല, അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഈ മിസൈലിനെ പറ്റി മറ്റു ചില കാര്യങ്ങളോട് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. റൈറ്റ്. അപ്പോൾ ഈ പിന്നെ ബ്രാഹ്മോസ് പേരെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ബ്രഹ്മപുത്ര റിവറിന്റെ മോസ്കാവ എന്ന് പറയുന്ന റഷ്യയിലെ ഒരു വളരെ ഫേമസ് റിവറാണ്. ഇത് രണ്ടും കൂടെ ചേർത്താണ് ബ്രാഹ്മോസ് എന്നുള്ള പേര്. അതിന്റെ ഈ രണ്ട് നദികളുടെ ആദ്യത്തെ പിന്നെ BHRAMMOS ബ്രാഹ്മോസ്, റൈറ്റ്, മോസ്കാവയുടെ MOS അങ്ങനെയാണ് ഇത്. പിന്നെ ഈ പിന്നെ മിസൈലിന്റെ പിന്നെ ഇതിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എന്ത് മിസൈൽസ് ആണെങ്കിലും ഈ പിന്നെ എയർക്രാഫ്റ്റിനാണെങ്കിലും എല്ലാത്തിനും ഇക്വലന്റ് എക്കോയിങ് ഏരിയ എന്നൊരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ റഡാറുകളാണ് ഈ പിന്നെ എന്ത് ഫ്ലൈയിങ് ഓബ്ജക്ട്സിനെ കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിക്കുന്ന അതില് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് റഡാർ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലോ നമ്മുടെ റഡാറിൽ നിന്നോ ശത്രു വിമാനങ്ങളിലോ നമ്മുടെ വിമാനങ്ങളിലോ ആ ഇലക്ട്രോ മാഗ്നറ്റുകൾ ആ റഡാർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് വെച്ച് തിരിച്ചു വരുമ്പോൾ ആ വിമാനത്തിന്റെ എത്രമാത്രം ഇക്കോ നമ്മുടെ റഡാർ സിസ്റ്റത്തിൽ വരുന്നു അതനുസരിച്ച് നമുക്കതിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. പക്ഷേ ഈ മിസൈലിനെ അങ്ങനെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ്? ഇതൊരു ക്രൂയിസ് മിസൈലാണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ട്രജക്ടറി എന്ന് പറഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് 3 മുതൽ 10 മീറ്റർ ഹൈറ്റിലാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 3 മുതൽ 10 മീറ്റർ പിന്നെ ഹൈറ്റിലാണ് ഇത് സഞ്ചരിക്കുന്നത്. അത് വെടിവെച്ച് നമ്മൾ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിലെ 11 12 പാക് എയർഫീൽഡുകളിൽ നിന്ന് അങ്ങേയറ്റം നഷ്ടം ആക്കിയതും ഡാമേജ് ചെയ്തതിനും കാരണം അവിടെ റഡാറിനൊന്നും പിടിച്ചെടുക്കാൻ പറ്റിയില്ല. റൈറ്റ്. So that is one of the greatest characteristics of this missile. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൂടാതെ ഈ പിന്നെ
പിന്നെ മിസൈൽസ് ഇതിന് ഏതാണ്ട് 8.4 മീറ്റർ ഉണ്ട്. അതിന്റെ ഡയമീറ്റർ ആണെങ്കിൽ 0.5 മുതൽ 0.6 മീറ്റർ വരെ. പക്ഷെ ഇതിന്റെ പല വേർഷൻ ഉണ്ടല്ലോ. ഞാൻ ബേസിക് വേർഷന്റെ ഇപ്പൊ കാറുകളാണെങ്കിൽ ചെറിയ വേർഷനും അതിന്റെ നെക്സൈയുടെയും അല്ലെന്നുണ്ടെങ്കിൽ ഓൾട്ടോയുടെയും ഇതിന് പല പല ഓരോ കാറിന് പല നീളവും വീതിയും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇതിനും റേഞ്ച് അനുസരിച്ച് ഇത് സ്റ്റാർട്ടിംഗ് 290 കിലോമീറ്റേഴ്സ് ഓൺവേർഡ്സ്. ബേസിക് വേർഷൻ 290 കിലോമീറ്റേഴ്സ്. അതനുസരിച്ച് പിന്നെ 800 കിലോമീറ്റർ ഉള്ള മിസൈൽ നമ്മൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ എക്സ്റ്റൻഡ് വേർഷനും അതിന്റെ ബ്രാഹ്മോസ് 2 വേർഷനും ഇപ്പം ഡെവലപ്മെന്റ് സ്റ്റേജിലേക്കാണ്. അപ്പോൾ അതിന്റെ റേഞ്ച് 1500 കിലോമീറ്റർ വരെ പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വായിച്ചത്. പിന്നെ ഈ എഞ്ചിൻ പറഞ്ഞത് ഈ മിസൈലിന്റെ പിന്നെ ഇത് ചെന്ന് വീഴുന്ന സ്ഥലത്ത് ഇത് മിസ് ചെയ്യുന്ന വളരെ പിന്നെ അപൂർവമാണ്. സർക്കുലർ എറർ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയും. ഈ CEP എന്ന് പറയുന്നത് 1 മീറ്റർ ആണ് എന്ന് പറയുന്നതിന്റെ ആക്യുറസി. നമ്മളിപ്പോ ഒരു മിസൈൽ പ്രയോഗിച്ചാൽ അത് എവിടെ ചെന്ന് പതിക്കണം, അതിന്റെ 1 മീറ്ററിനുള്ളിൽ പോയി വീഴുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, ദാറ്റ് ഇസ് അനദർ ഇമ്പോർട്ടന്റ് നമ്മളെ ഒരു ക്യാരക്ടേഴ്സ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് എവിടെ പോയാലും അത് തീർച്ചയായിട്ടും ടാർഗറ്റിൽ ഹീറ്റ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഇഷ്യൂ എന്ന് പറയുന്നത്, അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ 2007 മുതൽ ഈ മിസൈല് മാനുഫാക്ചർ ചെയ്യാനും ഇൻഡക്ട് ചെയ്യാനും തുടങ്ങി. അങ്ങനെ നമ്മൾ 4ാമത്തെ മിസൈൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ അതിന്റെ ഇൻഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ 4ാമത്തെ മിസൈൽ എനിക്ക് തോന്നുന്നത് ചൈന ലേ ലഡാക്ക് സെക്ടറിലേക്കായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് അതിന്റെ ഇൻസൈഡ് ഇൻഫർമേഷൻ. അത് ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ ആണ്. ഐ ഡോണ്ട് വാണ്ട് ടു സ്പീക്ക് ഡെവലപ്പ് ഓൺ ദാറ്റ്. പിന്നെ ഈ മിസൈലില് പിന്നെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഫിലിപ്പൈൻസ്, ബൈ ദ വേ, ഈ 2022 പിന്നെ ഫിലിപ്പൈൻസ് രാജ്യം ഈ മിസൈൽ വാങ്ങിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. ഓൾറെഡി അത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞു നമ്മൾ. അതായത് April 2024 പിന്നെ അവർക്ക് നമ്മൾ ഓൾറെഡി ഡെലിവറി ചെയ്തു. ഏതാണ്ട് 950 കോടി രൂപയോളം. ഇത് കൂടാതെ വിയറ്റ്നാം ഇപ്പോൾ അതിനെപ്പറ്റി നെഗോഷിയേഷൻ ഫൈനലൈസ് സ്റ്റേജിലാണ്. ഇന്തോനേഷ്യ, ബ്രസീൽ, ഇപ്പൊ റഷ്യയുമായിട്ടുള്ള ജോയിന്റ് വെഞ്ചർ ആണെങ്കിൽ റഷ്യക്ക് ഈ മിസൈൽ അവരുടെ പിന്നെ എന്താ പറയുക ആയുധ ശേഖരത്തിലില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ അവരാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയുമായിട്ട് അവർക്ക് ഇത്ര മിസൈൽ റഷ്യൻ ഡിഫൻസ് ഫോഴ്സിൽ ഇൻഡക്ട് ചെയ്യുന്നതിന് വേണ്ടി അതിനെപ്പറ്റിയും ചർച്ച നടന്നിരിക്കുകയാണ്. പിന്നെ ഈ യുദ്ധത്തിൽ 4 ദിവസത്തെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഈ മിസൈലിന്റെ കാര്യക്ഷമത, ആക്യുറസി, അതിന്റെ എന്താ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ബിയോണ്ട് ഡൗട്ട് അത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ സംശയരഹിതമായി അതിന്റെ പിന്നെ കോമ്പിറ്റൻസി കാണിച്ചു കഴിഞ്ഞത് കൊണ്ട് ഇനിയും എത്രയെത്ര പല രാജ്യങ്ങളും തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കും. അതിനുള്ള കാര്യങ്ങൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ അങ്ങനെ ഇന്ത്യ ക്യാൻ എക്സ്പോർട്ട് ടു വെരി മെനി അതർ കൺട്രി, പല രാജ്യങ്ങളിലേക്കും ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ക്രൂയിസ് മിസൈൽസ് പിന്നെ ജെറ്റ് എൻജിൻ പോലെ പിന്നെ വർക്ക് ചെയ്യുന്ന അതിലെ സിസ്റ്റമാണ്. ഇതിൽ പിന്നെ സോളിഡ് ഫ്യൂലും ഉണ്ട്, ലിക്വിഡ് ഫ്യൂലും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ കരയിലും കടലിലും ആകാശത്തിലും 3 തരത്തിലും നമുക്ക് ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ വിമാനങ്ങളും സബ്മറൈൻസും എല്ലാം എക്വിപ്ഡ് ആണ്. അപ്പോൾ പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറഞ്ഞ ബ്രഹ്മാസ്ത്രം പോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വെപ്പൺ സിസ്റ്റമായിട്ട് ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ബ്രാഹ്മോസ് ആണെങ്കിൽ പോലും ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രാവശ്യം അയച്ചു കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കാൻ പറ്റത്തില്ല, വിളിച്ചാൽ വരില്ല. പഴയ കാലത്തെ പുരാണങ്ങളിലെ കഥകളാണ്. റൈറ്റ്, ഇറ്റ് ഹാസ് ടു ഹിറ്റ് ദി ടാർഗറ്റ്, എത്തേണ്ടടുത്ത് എത്തിയുള്ളൂ. സോ അപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നെ ബ്രാഹ്മോസ് സിസ്റ്റമാണ് ഇന്ത്യ ഉപയോഗിച്ചതും ഇപ്പോൾ അത് പല രാജ്യങ്ങളും അതിനുവേണ്ടി ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കുന്നു. പിന്നെ ചൈനയിൽ നിന്നുള്ള പല മിസൈൽസും ഈ അതായത് ഈ ഫത്തേ-1, ഫത്തേ-2, ഫത്തേ-3 ഇങ്ങനെയുള്ള വേർഷൻസ് ഉണ്ട്. ഈ മിസൈൽസ് എല്ലാം അതിന്റെ മീഡിയം റേഞ്ച്, പിന്നെ ഷോർട്ട് റേഞ്ച് മിസൈൽസ് ഉണ്ട്, മീഡിയം റേഞ്ച് മിസൈൽസ് ഉണ്ട്, പിന്നെ ഇന്റർ കോണ്ടിനെന്റൽ മിസൈൽസ് 2200
കിലോമീറ്റർ വരെ ഫയർ ചെയ്യാവുന്ന മിസൈല്, അതിൽ അണുവായുധങ്ങളും ഫിറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മിസൈൽസ് ഉണ്ട് പാകിസ്ഥാനിലെ. ഇതിന്റെ എല്ലാം പുറയിലുള്ള സഹായവും ടെക്നോളജിയും ചൈനയുടെയാണ്. 10-2 എന്ന് പറയുന്ന മിസൈല് ഏതാണ്ട് 600 കിലോമീറ്ററോളം ദൂരത്തിൽ എത്തുന്നതാണ്. ഇത് പാകിസ്ഥാനിൽ ഫയർ ചെയ്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ചില ഇമ്പോർട്ടന്റ് സിറ്റിയെ ലക്ഷ്യമാക്കി വന്നു. പക്ഷേ നമ്മുടെ മിസൈൽസിനെ, നമ്മുടെ പിന്നെ വിമാനങ്ങളും അത് വെടിവെച്ച് വീഴ്ത്തി എന്നുള്ളതും സംശയരഹിതമായിട്ട് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഡെബ്രീസും മറ്റു കാര്യങ്ങളും ഇന്റർനാഷണൽ മീഡിയയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ചൈനയുടെ വെപ്പൺസും ചൈനയുടെ ഡ്രോൺസും ടെക്നോളജിക്കലി ദേ ആർ നോ മാച്ച് ടു ഇന്ത്യൻ ടെക്നോളജി. ഇന്ത്യയിൽ നമ്മളിത് പിന്നെ ഇൻ ഹൗസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്ന ടെക്നോളജി പല സ്റ്റാർട്ടപ്പ് കമ്പനികളിലും ഈ ബ്രഹ്മോസ് മിസൈലിന്റെ പിന്നെ പല കമ്പോണൻസും പല പിന്നെ എന്താ പറഞ്ഞ അതിലുപയോഗിച്ചിരുന്ന കാര്യങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് ഇപ്പൊ ലോകത്തിലെ നമ്പർ 2 പിന്നെ സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുന്നത്. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് 10 വർഷം മുമ്പ് അതിന്റെ വളരെ ചെറുതായ രീതിയിൽ തുടങ്ങിയ അത് തന്നെ വലിയ ഒരു സംഭവമായി മാറിയിരിക്കല്ലേ. സോ അതും പ്രത്യേകം ഡിഫൻസ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സെക്ടറിനെ ഓപ്പൺ അപ്പ് ചെയ്തു. എല്ലാണ്ടിന്ന് കപ്പലുണ്ടാക്കുന്നുണ്ട്. എല്ലാണ്ടി പിന്നെ ചെന്നൈയില് പിന്നെ അവരുടെ ലാർസൻ ആൻഡ് ട്യൂബ്രോ എന്ന് പറയുന്ന അവരാണെന്നുണ്ടെങ്കിൽ പിന്നെ കപ്പലുകളും പിന്നെ അതുപോലെ ഡിഫൻസിന് വേണ്ടിയും അല്ലാതെ പിന്നെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി കപ്പലുകൾ. അപ്പൊ അതുപോലെ പിന്നെ അദനി ഡിഫൻസ്, ടാറ്റ ഡിഫൻസ്, കല്യാണി സ്റ്റീല്. ഈ കല്യാണി സ്റ്റീൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ നമ്മുടെ പിന്നെ ഹോയ്റ്റ്സർ 155 mm ബൊഫോഴ്സ് ഗണ്ണിന് പകരം ഇപ്പോൾ കല്യാണി സ്റ്റീല് അതിന്റെ ഓർഡർ കിട്ടിയിരിക്കുകയാണ്. എങ്ങനെ? ആർട്ടിലറി ബൊഫോഴ്സിന് ശേഷം ഇന്ന് വരെ ഇന്ത്യയിലാണെങ്കിൽ അത്രയും ദൂരത്ത് 35 കിലോമീറ്റർ നമുക്ക് ഫയർ ചെയ്യാവുന്ന ഹൈ ആംഗിൾ ഫയർ ചെയ്യാവുന്ന അല്ലെങ്കിൽ മൗണ്ടൈനസ് ടെറയിൽ ഉപയോഗിക്കുന്ന കാർഗിൽ വാറിൽ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ച അങ്ങനെയുള്ള ഗൺസ് നമ്മുടെ അതിനുശേഷം ഇൻഡക്ട് ചെയ്തിട്ടില്ല. കാരണം അതിലുള്ള ഒരുപാട് അഴിമതിയും രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പേര് വന്നതൊക്കെ ഒരുപക്ഷെ ഗൗതം ഓർക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഈ കല്യാണി സ്റ്റീൽ എന്ന് പറയുന്നത് അവരാണെങ്കിൽ അതിന്റെ ഓർഡർ എടുത്തിരുന്നു, അതിന്റെ മാനുഫാക്ചറിങ്. അതുപോലെ കല്യാണി സ്റ്റീൽ പിന്നെ ആർട്ടിലറിയുടെ ബേസിക് ഗൺസും പിന്നെ മാനുഫാക്ചർ ചെയ്ത് ഓൾറെഡി ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഈ മേക്ക് ഇൻ ഇന്ത്യ അല്ലെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാട് മുന്നേറ്റമാണ് ഇപ്പം നടന്നത്. ഇതൊക്കെ വളരെ ക്വയറ്റായിട്ട് നടക്കണം. ഇതൊന്നും ഈ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഈ കാര്യങ്ങളൊന്നും വെളിയിൽ കൊണ്ടുവരത്തില്ല. അതൊക്കെയാണ് കാരണം അതിന് അവർക്ക് താല്പര്യമില്ല, അതും പ്രത്യേകിച്ചു. പക്ഷെ ഇന്റർനാഷണൽ ഫോറങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള പിന്നെ ഇംഗ്ലീഷ് മീഡിയ അതിലൊക്കെയാണെന്നുണ്ട് ഇതിനെപ്പറ്റി ഒരുപാട് പിന്നെ കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്താൽ തന്നെ ഇതിനെപ്പറ്റി കിട്ടും. അപ്പോൾ ചൈനയിൽ നിന്ന് വാങ്ങിച്ച ചൈനയുടെ ഡ്രോണും ചൈനയുടെ മിസൈലും ചൈനയുടെ എയർക്രാഫ്റ്റ് നമ്മൾ 4 എയർക്രാഫ്റ്റിലെ 2 എണ്ണം ഇന്ത്യ വീഴ്ച 4 എയർക്രാഫ്റ്റിൽ ഒന്ന് F-16 അമേരിക്കയുടെ, രണ്ടാമത്താണെങ്കിൽ അബാക്സ്, ഞാൻ നേരത്തെ ഉള്ള വീഡിയോ പറഞ്ഞോ, പിന്നെ എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് ഉള്ള അത് ഫൈറ്റർ വിമാനമല്ല, കാരണം ഇന്റലിജൻസ് ഗ്യാതറിംഗ് ഉപയോഗിക്കുന്ന അബാക്സ്. പിന്നെ 2 J-17 എന്ന് പറയുന്ന ചൈനയുടെ വിമാനം. ഈ 4 വിമാനങ്ങൾ ഇവിടെ ഇട്ടു. ഇപ്പൊ ഈ 4 ദിവസത്തെ പിന്നെ അവർ ഇന്റർനാഷണൽ ബോർഡർ ക്രോസ് ചെയ്ത് നമ്മുടെ മേജർ എയർഫീൽഡുകൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ, അതായത് അമൃത്സർ, പഠാൻകോട്ട്, പിന്നെ ശ്രീനഗർ ഇവിടേക്ക് വന്നപ്പോൾ അങ്ങനെ ഇവർക്ക് നാശമുണ്ടായി. പിന്നാണെന്നുണ്ടെങ്കിൽ വെടിവെച്ച് മറ്റുള്ളവർ തിരിച്ചു പോയി. അപ്പോൾ അങ്ങനെ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ടെക്നോളജിക്കലി ആസ് വെൽ ആസ് നമ്മൾ ഡിഫൻസ് സെക്ടറിലെ ഒരു പരിപൂർണ സെൽഫ് സഫിഷ്യൻസിയിലേക്ക് അങ്ങനെ പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യയിലെ എല്ലാ 144 കോടി ജനങ്ങൾക്കും അതിലെ അഭിമാനം കൊള്ളാവുന്നതാണ്, കോൾമയിൽ കൊള്ളാവുന്നതാണ്. താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു.